ഇന്നൊരു ഈസി ഷുഗർ കുക്കീസാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ കുക്കീസ് ബട്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇന്ന് നമ്മൾ ഓയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂണിലും താഴെ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, അപ്പോൾ നമ്മൾ ബട്ടറല്ല ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ എങ്ങനെ വേണേലും ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കേക്കിന് പോലെ പതപ്പിച്ച് അങ്ങനെയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ മാറ്റി വെച്ച പൊടിയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനായിരിക്കും ഇത് കിട്ടുന്നത്. ഇനി ഇത് കയ്യിൽ കുറച്ച് എണ്ണ തൂത്തതിന് ശേഷം ഒന്ന് കുഴച്ച് ഒരു ഡോവാക്കി എടുക്കാം. കണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോരോ ചെറിയ ബോൾസ് എടുത്ത് 2 കയ്യിൽ വെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ദാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ചെറിയ ബോൾ എടുക്കുക, അതൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇത് ഞാൻ പാനിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗർ കുക്കീസ് ആയതുകൊണ്ട് എല്ലാ കുക്കീസിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു നിർബന്ധവും ഇല്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഒന്ന് ബേക്കായി വരുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ പഞ്ചസാര മേളിൽ ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ എല്ലാ കുക്കീസിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് മേൽവശമൊക്കെ. ഇനി നന്നായിട്ട് ഇത് തണുക്കണം പുറത്തെടുത്ത് വെച്ച്. അതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈസി ആയിട്ട് ഇതിങ്ങനെ വിട്ടുപോരും. നമ്മൾ ബട്ടർ പേപ്പറിലല്ലേ വെച്ചത്. അപ്പോൾ ആ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ മുകളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് സാധാരണ ബട്ടർ കുക്കീസ് പോലെ ക്രിസ്പായിട്ടല്ല ഇരിക്കുന്നത്. നമ്മൾ കടിക്കുമ്പോൾ അങ്ങ് അത്ര ക്രിസ്പായിട്ട് തോന്നില്ല, ആ ഒരു രീതിക്കായിരിക്കും. എന്നാലും ടേസ്റ്റിന് ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ഈസി ഷുഗർ കുക്കീസാണ്. അപ്പം ഈ കുക്കീസ് എല്ലാവരും ഒന്ന് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓയിൽ ചേർത്താലും നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു.